നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മധൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി, പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ. കടൽക്ഷോഭവും രൂക്ഷം. ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ ചെമ്മനാട് പെരുമ്പളയിൽ മതിലിടിഞ്ഞ് വീട്ടിലേക്കും കാറിന് മുകളിലേക്കും വീണു. തല നാഴികയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കേരളമായപ്പോൾ അഭിമാന നിറവിൽ കാസർഗോട്ടെ മുഹമ്മദ് കുഞ്ഞി ഈ ആവശ്യവുമായി നടത്തിയത് വർഷങ്ങളായുള്ള നിയമ പോരാട്ടം. മൊഗ്രാൽ പുത്തൂർ കോട്ടവളപ്പിലെ സാവിത്രിക്ക് വീടൊരുങ്ങുന്നു. അമ്മ ഭാരത് ഫൗണ്ടേഷൻ സമ്മതപത്രം കൈമാറി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം ഉദയഗിരിയിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർഗോഡ് ലഹരി വിരുദ്ധ സന്ദേശം പ്രദർശിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. നിരവധി പേർ സംബന്ധിച്ചു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പള്ളഞ്ചി പാണ്ടി റോഡിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞ് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മധൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി. കൊയങ്ങാനത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിന്റെ ഒരു വശം തകർന്നു. മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. തീരദേശത്തും മലയോര പ്രദേശത്തുമാണ് പ്രധാനമായും വലിയ നാശനഷ്ടങ്ങളുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമാണ് നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പള്ളഞ്ചി പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിഞ്ഞ് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിലുണ്ടായിരുന്ന റാഷിദ്, തസ്രീഫ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട ഇരുവരും വെള്ളത്തിൽ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. കുറ്റിക്കോലിൽ നിന്നും ഫയർഫോഴ്സ് എത്തുകയും ഇവരെ രക്ഷിക്കുകയുമായിരുന്നു. കനത്ത മഴയിൽ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്ര ശ്രീകോവിലിൽ വെള്ളം കയറിയെങ്കിലും പൂജാകർമ്മങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് മധൂർ, പട്ല തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. കനത്ത മഴയിൽ പുല്ലൂർ വിഷ്ണുമംഗലം ക്ഷേത്രത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴയിൽ ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ കൊയങ്ങാനത്ത് മണ്ണിടിച്ചിലുണ്ടായി. റോഡിന്റെ ഒരു വശം തകർന്ന നിലയിലാണ്. ഇതോടെ ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയ്ക്ക് 3 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിൽ തുടരുകയാണെങ്കിൽ ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിലെ യാത്ര തടസ്സപ്പെട്ടേക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊട്ടോടി ടൗണിലും മുസ്ലിം ജമാഅത്ത് പള്ളിയിലും വെള്ളം കയറി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ കളക്ടർ വ്യാഴാഴ്ച അവധി നൽകി. കൊട്ടോടി മദ്രസയ്ക്കും അവധിയാണ്. റോഡ് വെള്ളത്തിലായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. രാത്രി മുതൽ നിർത്താതെ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. കടകളിൽ വെള്ളം കയറുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൊട്ടോടി പുഴയും തോടും കരകവിഞ്ഞൊഴുകുകയാണ്.
വൈദ്യുതി വിതരണം നിലച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലാണ്. കനത്ത മഴയിൽ അങ്കടിമുഖർ സ്കൂളിനടുത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. കുന്നിടിഞ്ഞ് വീണുണ്ടായ മണ്ണ് JCB ഉപയോഗിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. കഴിഞ്ഞ വർഷവും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. സ്കൂളിനടുത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിടിച്ചിൽ വിദ്യാർത്ഥികളിലും നാട്ടുകാരിലും ആശങ്കയുളവാക്കുന്നു. മണ്ണിടിച്ചിൽ വാഹന ഗതാഗതത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. കനത്ത മഴയിൽ പെരിയ വില്ലേജിൽ കൂവര എന്ന സ്ഥലത്തുണ്ടായ മലവെള്ളപ്പാച്ചലിൽ വൻ കൃഷിനാശമുണ്ടായി. പ്രദേശവാസിയായ രമണിയുടെ 20ഓളം കവുങ്ങ്, 10 തെങ്ങ് എന്നിവ നശിച്ചു. മലവെള്ളപ്പാച്ചലിൽ പ്രദേശത്തെ ചോയ്ച്ചിയുടെ കിണറും ലീലാമണിയുടെ ഉടമസ്ഥതയിലുള്ള കുളവും ഇടിഞ്ഞു. മഴയെ തുടർന്ന് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ജലാശയങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ ചെമ്മനാട് പെരുമ്പളയിൽ മതിലിടിഞ്ഞ് വീട്ടിലേക്കും കാറിനു മുകളിലേക്കും വീണു. പെരുമ്പളയിലെ ശാരദയുടെ വീട്ടിലേക്കാണ് മുകൾ ഭാഗത്തു നിന്നും മതിൽ ഇടിഞ്ഞ് വീണത്. തലനാഴികയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കനത്ത മഴയിൽ ശാരദയുടെ വീടിന് മുകൾ ഭാഗത്തുള്ള വലിയ മതിലാണ് ഇടിഞ്ഞു വീണത്. മതിലിടിഞ്ഞ് വീട്ടിലേക്കും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കും പതിക്കുകയായിരുന്നു. രാത്രിയായിരുന്നു സംഭവമുണ്ടായത്. കല്ലുകൾ ഉൾപ്പെടെ വീണതിനെ തുടർന്ന് കാർ തകർന്നിട്ടുണ്ട്. വീടിനും നാശനഷ്ടമുണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വീട്ടിലത്തെ ബാക്കിലുള്ള മതിൽ ഇടിയാൻ കാരണം തൊട്ടടുത്ത ഒരു താമസിക്കുന്ന ഷിഹാബ് എന്ന ആൾ, അയാൾ മതിൽ കെട്ടിയിരുന്നു തോട്ടുന്ന കരക്ക്. അത് നല്ല ഉയരത്തിൽ കെട്ടിയത് കൊണ്ട് അതിലേക്ക് യാതൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ അടിയിലാണ് വെള്ളം പാസ്സായിക്കൊണ്ടിരുന്നത്. പൈപ്പ് അതുവരെ ഉണ്ടായതുള്ളൂ. ആ പൈപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ മതിലിലേക്ക് ഈ മണ്ണിടിച്ച കാരണം ഒന്ന് പൊട്ടിത്തെറിച്ച് നമ്മളെ മതിലേക്ക് വന്ന് ഇടിഞ്ഞപ്പോൾ ഒന്നാകെ വെള്ളം നമ്മളെ പരിസരം ഫുള്ളും വെള്ളമയമായിരുന്നു. കൂടാതെ എൻ്റെ ബാക്കിൽ എൻ്റെ അളിയനെ കാറുണ്ടായിരുന്നു. ആ കാറിന് മുകളിലേക്ക് കല്ലും വീണിട്ട് ഫുള്ള് ഡാമേജ് ആയിരുന്നു. വെള്ളം 4 ഭാഗത്ത് ഒഴുകുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭയിൽ പാസാക്കിയപ്പോൾ ഏറ്റവും അഭിമാനം കൊള്ളുന്ന വ്യക്തി കാസർഗോട്ടെ മുഹമ്മദ് കുഞ്ഞിയാണ്. എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന പേര് ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി ഇദ്ദേഹം നിയമ പോരാട്ടം തുടങ്ങി നിരവധി വർഷങ്ങളായി. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഏറെ അഭിമാനിക്കേണ്ടുന്ന ഒരു വ്യക്തി കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞിയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സർ, എന്താണ് ഇങ്ങനെയൊരു നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കാനുള്ള കാരണം? 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം എം മണി സർ ചോദിച്ച ചോദ്യത്തിന് സംസ്ഥാനത്തിൻ്റെ പേര് കേരള ആണെന്ന് മറുപടി നൽകുകയാണുണ്ടായത്. അതിനെതിരെ ഞാൻ നമ്മളുടെ നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. ഇത്തരം ഇത് നമ്മുടെ സഭാരേഖകളിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചീഫ് സെക്രട്ടറിക്കും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലേക്കും പരാതി നൽകിയിരുന്നു. അതൊന്നും തന്നെ അവർ ചെവികൊള്ളാത്തത് കാരണമാണ് ഞാൻ 2017 മുതൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അതിനുശേഷം 7 വർഷമായി ഈ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ കൂടുതൽ പ്രഷറുള്ളതുകൊണ്ട് 2023 ഒരു വട്ടം കേരള നിയമസഭ ഇത് അംഗീകരിച്ചിരുന്നു, പേര് കേരളം എന്ന് അംഗീകരിച്ചിരുന്നു. അത് ചില സാങ്കേതിക കാരണത്താൽ അത് വീണ്ടും നടത്തണമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് 2024 വീണ്ടും അത് ഐക്യകണ്ഠേന പാസ്സാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. എനിക്ക് നിയമസഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നിരുന്നാലും സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത് ഏറ്റവും അഭിമാനപരമായ ഒരു നിമിഷമായി മാറും. എന്നിരുന്നാലും ഇപ്പോൾ നടന്നത് 90% കാര്യങ്ങൾ മാത്രമാണ്. ഇനി വീണ്ടും 10% കാര്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. നിയമസഭയിലെയും മറ്റ് ഉയർന്ന വകുപ്പുകളിലെയും രേഖകളിലെല്ലാം തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ട
ഇത് ഗസറ്റഡ് ഓർഡറുകളും മറ്റും വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 2017 ആരംഭിച്ച പോരാട്ടമാണ്. അതിന് പൂർണ്ണമായി ഫലം കണ്ടു എന്ന് തോന്നുന്നുണ്ടോ സർ? പൂർണ്ണമായി ഫലം കണ്ടില്ല. നിയമസഭാ മന്ദിരത്തിലെയും ഗവർണറുടെ കാര്യാലയത്തിലെയും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലെയും പേപ്പറുകളെല്ലാം തന്നെ കേരളം എന്ന് രേഖപ്പെടുത്തിടത്തോളം എനിക്കതിന് പൂർണ്ണമായില്ല സന്തോഷമില്ല. നമ്മൾ ഇനി ഭാവിയിൽ ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറുകളിലും മറ്റും സർക്കാർ വാഹനങ്ങളിലും മറ്റു ഏതെല്ലാം തലത്തിൽപ്പെടുന്നുണ്ടോ അതിനെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് കണ്ടതിന് ശേഷമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തൃപ്തി നമ്മൾക്ക് കേരളീയർക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. സംസ്ഥാനം രൂപീകരിച്ച് 70 വർഷത്തോടടുത്തു നിൽക്കുമ്പോഴാണ് കേരളം എന്ന പേരിൽ നിയമ പോരാട്ടത്തിലൂടെ ഒരു വ്യക്തത വരുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് താമസിച്ചിരുന്ന വീട് പൊളിച്ച് പെരുവഴിയിലായ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ കൊട്ടവളപ്പിലെ സാവിത്രിക്ക് വീടൊരുങ്ങുന്നു. രേഖകൾ തിരിച്ചു വാങ്ങുവാനെത്തിയ സാവിത്രിയെ VEO പൂട്ടിയിട്ടത് വാർത്തയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ഭാരത് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുവാൻ സന്നദ്ധതയറിയിച്ച് രംഗത്തെത്തിയത്. വീട് നൽകുന്നതിൻ്റെ സമ്മതപത്രം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സാവിത്രിക്ക് കൈമാറി. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതരുടെ അറിയിപ്പ് വന്നതോടെയാണ് കോട്ടവളപ്പിലെ സാവിത്രി ആകെയുണ്ടായിരുന്ന കൂര പൊളിച്ച് സ്ഥലമൊരുക്കിയത്. എന്നാൽ വീട് മറ്റൊരു സാവിത്രിക്കാണെന്ന് പിന്നീട് അധികൃതർ തിരുത്തി. സമർപ്പിച്ച രേഖകൾ വാങ്ങുവാനെത്തിയ സാവിത്രിയെ VEO പൂട്ടിയിടുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളിൽ ഇത് വാർത്തയായതോടെയാണ് സാവിത്രിയുടെ ദുരിതകഥ പുറം ലോകമറിഞ്ഞത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ സാവിത്രിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. ഇതിനുള്ള സമ്മതപത്രം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം സാവിത്രിക്ക് കൈമാറി. വളരെ ദയനീയം തോന്നി. കാരണം ആ വീട് ഇല്ലാത്തതിനപ്പുറം 2 കുട്ടികൾ, എൻഡോസൾഫാൻ വ്യക്തിമായ ഒരു കുട്ടിയും മാനസിക വൈകല്യമുള്ള മറ്റൊരു കുട്ടിയുമുള്ള സാവിത്രി കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഈ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ തൊട്ട് പരിസരത്തുള്ള സംഘടനകളൊക്കെ ചോദിച്ചിട്ട് 2 ദിവസം കൊണ്ട് മറുപടി പറയുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമീള വിളിച്ചു പറഞ്ഞു ഇല്ല, വേറെ ആരും ഒന്നിനും തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അമ്മ ഭാരത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനമെടുക്കുകയും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഗണേഷ് മാവിനെക്കൊട്ടായി സംസാരിച്ചതിന് ശേഷം നമ്മൾ ആ സംഭവം ഇവരെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ സമ്മത പത്രമാണ് ഇവിടെ കൈമാറിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരു 6 മാസക്കാലം കൊണ്ട് നമുക്ക് അവർക്കൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. അതിന് ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സഹായിക്കുമെന്ന് ഉറപ്പ് നമ്മുടെ സലീമിനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ അതിന് വേണ്ട വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും, അതുപോലെ തീയ മഹാസഭയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം ഇത്രയും വലിയ നമുക്ക് സാക്ഷര കേരളത്തിന് അപമാനകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ഒരു ഓഫീസ് മുറിയിൽ അതിൻ്റെ അപേക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചപ്പോൾ അടച്ചിട്ട സംഭവമൊക്കെ. അപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാൻ പോവുകയാണ്. തീയ മഹാസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് സാവിത്രിക്ക് കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് തീയ മഹാസഭ മുന്നിട്ടിറങ്ങും. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള വീട് ലഭിക്കുമല്ലോ എന്ന സന്തോഷത്തിലാണ് സാവിത്രി. ഒരു വീട് ഞങ്ങൾക്ക് പെട്ടെന്നാക്കി തന്നെങ്കിൽ മതി. സന്തോഷം. 1 വർഷമായിട്ട് ഞാൻ കൊടുക്കാത്ത പരാതികളില്ല. എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിന് ഒരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ അവസാനമായിട്ടും ലൈഫ് മിഷൻ മാഡം പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തതല്ലേ, നിങ്ങൾ കൊടുത്ത രേഖകളെല്ലാം തിരിച്ചു വാങ്ങണം. അങ്ങനെ ഞാൻ രേഖകൾ തിരിച്ചു വാങ്ങാൻ പോയിട്ടാകുമ്പോൾ എൻ്റെ അമ്മേനെ അതിനകത്ത് അയാൾ പൂട്ടിയിട്ടു. എന്നിട്ട് അയാൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു, കള്ളക്കേസ് കൊടുത്തു. ശരിക്കും ലൈഫ് മിഷൻ്റെ പൈസ വന്ന ശേഷമാണ് വീട് പൊളിക്കേണ്ടത്. അയാൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ വീട് പൊളിക്കാൻ പറഞ്ഞു, പെർമിഷൻ എടുത്തു. ഇതെല്ലാം 1 വർഷത്തോളമായി. അതിനിടയിൽ ഞങ്ങൾ ഷെഡിലായിരുന്നു താമസം. ഗണേശ് ചേട്ടൻ വന്നു, ഇത് ഞങ്ങൾക്ക് വീട് കെട്ടിത്തരാമെന്ന് ഒരു പ്രതീക്ഷ പറഞ്ഞു. ഗണേശ് ചേട്ടൻ പറഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് തീയ മഹാസഭ ഇടപെട്ടിട്ട് അമ്മ ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് വീട് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഈ 1 വർഷമായി ഞാനൊരു വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഞങ്ങളൊരു സ്വപ്നമാണ്. എൻ്റെ അച്ഛനും അമ്മയും മഴ കൊള്ളാതെ കിടന്നുറങ്ങാനുള്ള ഒരു വീട്. പിന്നെ അതിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ നന്ദിയുണ്ട്. എൻ്റെ 2 അനിയന്മാർക്കും സുഖമില്ല. ഒരാൾ എൻഡോസൾഫാനാണ്, അരക്ക് താഴെ ഇങ്ങനെ ബലഹീന, നടക്കാനൊന്നും പറ്റില്ല, കുഞ്ഞിനെ പോലെ നോക്കണം. പിന്നെ ഒരു അനിയന് മാനസിക സുഖമില്ലാത്ത കുഞ്ഞാണ്. ഡെയിലി ആഴ്ചയിൽ 1000 രൂപയുടെ മെഡിസിൻ വേണം. മെഡിസിൻ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അബ്നോർമലാണ്.
അച്ഛനാണെങ്കിൽ ഷുഗർ പ്രഷറായിട്ട് പണിക്ക് പോകാനൊന്നും പറ്റില്ല. അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. നമുക്ക് വീട്ടിലേക്ക് ഒരു വഴിയോ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. മഴ വന്നാൽ പോലും നടന്നു പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുറേ വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വീടില്ലാത്തത് കൊണ്ട് മാത്രം ഇത് മീഡിയകൾ അറിഞ്ഞു. ഇതുവരെ നമ്മളവസ്ഥ പുറം ലോകം അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ അവിടെ ജീവിച്ചത് ഇത്രയും കാലം. 6 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം ഉദയഗിരിയിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ അംഗത്വം എടുക്കുന്നവർക്ക് തൊഴിലിന്റെ അഭിവൃദ്ധി, തൊഴിലിന്റെ പുരോഗതി, ഞാൻ എന്ത് തൊഴിലെടുക്കുന്നു ആ തൊഴിൽ എനിക്കുണ്ടാകുന്ന അറിവ് അല്ലെങ്കിൽ എനിക്ക് അതിന് ലഭിക്കാൻ വരുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതാണ് ഒരു സംഘടന, നമ്മുടെ ഈ സംഘടന AAWK എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഏറ്റവും വലിയ പരമപ്രധാനമായ ലക്ഷ്യം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് SK അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ SSLC, +2, മറ്റ് പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ അരവിന്ദൻ, ജയരാജൻ, സിറിയക് മാത്യു, രതീഷ് AK, രതീഷ് മടിക്കൈ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ദേവിദാസ്, ട്രഷറർ മനു വിനായക, പ്രകാശൻ, ജോഷി തോമസ്, ആനന്ദകൃഷ്ണൻ, മോഹൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് മനോഹരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇസാഫ് കോപ്പറേറ്റീവ് കണ്ണൂർ ക്ലസ്റ്റർ കാസർഗോഡ് ഡിവിഷനിലെ പട്ല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു. ഇസാഫ് കോപ്പറേറ്റീവ് കണ്ണൂർ ക്ലസ്റ്റർ കാസർഗോഡ് ഡിവിഷനിലെ പട്ല ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലബിന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു. ഇവിടെ ഇറങ്ങി പോകുമ്പോൾ തന്നെ 5 രൂപ കൊടുത്തിട്ട് ലേസ് എന്ന് പറഞ്ഞ സാധനം വാങ്ങാറുണ്ട്, കുർക്കുറെ വാങ്ങാറുണ്ട്, ബിങ്കോ വാങ്ങാറുണ്ട്. വാങ്ങുന്നില്ലേ? വാങ്ങാത്തവരായിരിക്കും പക്ഷെ കുറെ ആൾക്കാർ, പക്ഷെ വാങ്ങുന്നവർ അവരാണ്. അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ അതിന്റെ പ്രശ്നം? 1-ാം നമ്പർ വിഷമയമായ സാധനം, 1-ാം നമ്പർ വിഷമയമായ സാധനമാണ് ആ പാക്കറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങിക്കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഒരു 10-18 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ടുള്ള പ്രഷർ രോഗം വന്നിട്ട് നിങ്ങൾ അതിൽ വീണു പോകും. ഇസാഫ് കോപ്പറേറ്റീവ് കണ്ണൂർ ക്ലസ്റ്റർ ഹെഡ് സന്ദീപ്, കാസർഗോഡ് ഡിവിഷണൽ മാനേജർ ജിബിൻ വർഗീസ്, കാസർഗോഡ് ഡിവിഷൻ സോഷ്യൽ ഇനീഷ്യേറ്റീവ് റുബീന, പട്ല ബ്രാഞ്ച് കസ്റ്റമർ സർവീസ് മാനേജർ വിശാലാക്ഷി, സ്കൂൾ പ്രധാനാധ്യാപകൻ ബഷീർ മാഷ്, സ്കൂളിലെ മറ്റ് അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് TK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിമുക്തി, സോഷ്യൽ സയൻസ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ പാർലമെന്റ് PTA വൈസ് പ്രസിഡന്റ് TK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് അനിമ അനിൽ, ഹെഡ്മാസ്റ്റർ AM അബ്ദുൽ സലാം, K മിനീഷ് ബാബു, C ശാന്തകുമാരി എന്നിവർ സംബന്ധിച്ചു. ശ്രേയ പീതാംബരൻ, പ്രീതിക ബാലകൃഷ്ണൻ, നേഹ എന്നീ കുട്ടികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ഞങ്ങൾ നടത്തിയ ഒന്നാണ് വിമുക്തി, അതിനുള്ള തെളിവുകളാണ് വിമുക്തി. അതേപോലെ ബോധപൗർണമി എന്ന ബോധവൽക്കരണ ക്ലാസ് ഓരോ സ്കൂളുകളിലും ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കാസർഗോഡ് ലഹരി വിരുദ്ധ സന്ദേശം പ്രദർശിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. നിരവധി പേർ സംബന്ധിച്ചു.
ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് അലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. വൈസ് പ്രസിഡന്റ് നൌഷാദ് ബായിക്കര അധ്യക്ഷത വഹിച്ചു. നാസർ എസ്എംലീൻ, PRO സിറാജുദ്ദീൻ മുജാഹിദ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. നൌഷാദ് ബായിക്കര ലഹരി വിരുദ്ധ സന്ദേശം ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി സമീർ ആമസോണിക് സ്വാഗതവും BRQ മുസ്തഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് അൻവാറുൽ ഉലൂം AUP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൂട്ടയോട്ടവും ക്ലാസും ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ ദിനത്തിൽ നെല്ലിക്കുന്ന് അൻവാറുൽ ഉലൂം AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടവും ക്ലാസും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് നെല്ലിക്കുന്ന് കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കാസർഗോഡ് ASI P ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് SI സജിമോൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രശാന്ത് കുമാർ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് NM സുബൈർ, ട്രഷറർ അബ്ദു തൈവളപ്പിൽ, പ്രധാനാധ്യാപകൻ ഗോപിനാഥൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഇസ്മയിൽ മാപ്ല, ഹമീദ് ബദ്രിയ, താജുദ്ദീൻ, ജനമൈത്രി പോലീസ് ASI P ശശിധരൻ, കൃപേഷ്, സ്റ്റാഫ് സെക്രട്ടറി വേണുഗോപാലൻ K, അധ്യാപകരായ വിനോദ് കുമാർ K, മൊയ്തീൻ കുഞ്ഞി A എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്പെഷ്യൽ പോലീസ് കേഡറ്റുകൾ തുമിനാട് ജംഗ്ഷനിൽ മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന മൈം ഷോ അവതരിപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന തിന്മകൾ വിശദമായി അവതരിപ്പിച്ച മൈം ഷോ ജീവിതത്തിൽ ലഹരിയുടെ കെണിയിൽപ്പെടരുതെന്ന സന്ദേശം കാഴ്ചക്കാർക്കും വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകി. ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണ, അധ്യാപകരായ അനിത G, രവീന്ദ്ര റൈ, ദിവാകര ബളാൽ, ശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകുന്ന വിവിധ പരിപാടികൾ നടന്നു. പരിപാടിയുടെ ഭാഗമായി സ്കൂളിന്റെ വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ അമ്പലത്തറയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പകൽ വീടിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ അമ്പലത്തറയിൽ നിർമ്മിച്ച പകൽ വീട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കെട്ടിടത്തിനായി സ്ഥലം സൗജന്യമായി സംഭാവന നൽകിയ അമ്പലത്തറ കസ്തൂർബ മഹിളാ സമാജം പ്രവർത്തകരെ ആദരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ A ദാമോദരൻ, MG പുഷ്പ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ AV കുഞ്ഞമ്പു, 8ാം വാർഡ് മെമ്പർ CK സബിത, അനൂപ്, കൃഷ്ണകുമാർ, മുസ്തഫ പാറപ്പള്ളി, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത സ്വാഗതവും ജോർജ് അമ്പലത്തറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ ആലമ്പാടി ഗവൺമെന്റ് UP സ്കൂളിൽ സ്ഥാപിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P യൂജിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുറഹ്മാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK വിജയൻ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സത്യ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M രജിത, PP ലീല, സ്കൂൾ PTA പ്രസിഡന്റ് MV ബാബു, KM ഷാജി ഷർഗാധരൻ, മുൻ ഹെഡ്മാസ്റ്റർ രാജൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് KTV സൗമ്യ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത സ്വാഗതവും ഗവൺമെന്റ് UP സ്കൂൾ ആലമ്പാടി പ്രധാനാധ്യാപകൻ C ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മധൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറി, പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ. കടൽക്ഷോഭവും രൂക്ഷം. ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ ചെമ്മനാട് പെരുമ്പളയിൽ മതിലിടിഞ്ഞ് വീട്ടിലേക്കും കാറിന് മുകളിലേക്കും വീണു. തല നാഴികയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കേരളമായപ്പോൾ അഭിമാന നിറവിൽ കാസർഗോട്ടെ മുഹമ്മദ് കുഞ്ഞി ഈ ആവശ്യവുമായി നടത്തിയത് വർഷങ്ങളായുള്ള നിയമ പോരാട്ടം. മൊഗ്രാൽ പുത്തൂർ കോട്ടവളപ്പിലെ സാവിത്രിക്ക് വീടൊരുങ്ങുന്നു. അമ്മ ഭാരത് ഫൗണ്ടേഷൻ സമ്മതപത്രം കൈമാറി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാസർഗോഡ് യൂണിറ്റ് സമ്മേളനം ഉദയഗിരിയിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കാസർഗോഡ് ലഹരി വിരുദ്ധ സന്ദേശം പ്രദർശിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. നിരവധി പേർ സംബന്ധിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.